വൈക്കത്ത് കർഷകൻ CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചു. തലയാഴത്താണ് സംഭവം. ചെല്ലപ്പൻ പുളിക്കശ്ശേരി എന്ന കർഷകനാണ് ജീവനൊടുക്കിയത്. ചെല്ലപ്പൻ CPI നേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് ആത്മഹത്യ. സംഭവത്തിൽ BJP സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. CPI വൈക്കത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിയമം ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല. കാരണം ആഭ്യന്തര വകുപ്പിനെ കുത്തഴിച്ചു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം നമുക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും നീതി ലഭിക്കുന്ന ഒരു ഭരണം വരണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സജ്ജരായി വേണം ഈ 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. എനിക്ക് ചിലപ്പോൾ അതിനിപ്പറ എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്തെ CPIക്കാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചാലും വൈക്കത്തെ CPIക്കാർക്ക് മാത്രമാണ്. എന്നെ ഇല്ലാതെ ചെയ്യുന്ന 100% എനിക്കറിയാം. അത്തരം ഒരു ചാണക്യ ബുദ്ധിയാണ് ഈ TN രമേശനും പിന്നിൽ നിൽക്കുന്നവരുടെയും CPIക്കാരുടെയും തലയിലുള്ളത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയുണ്ട് കോട്ടയത്ത് നിന്നും. മിഥുൻ, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വൈക്കത്തെ CPI പ്രവർത്തകർക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് മിഥുൻ, അതായത് ഇദ്ദേഹത്തിന്റെ കൈക്കും കാലിനും ചെറിയ സ്വാധീനക്കുറവുണ്ട്. അങ്ങനെ സ്വാധീനക്കുറവുള്ള ഒരാൾ എങ്ങനെയാണ് തൂങ്ങി മരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മകനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട്. അതായത് ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അവസാന മരണമൊഴിയിലുള്ളത് CPI പ്രവർത്തകർക്കാണെന്നാണ്. എങ്ങനെ നോക്കിക്കാണാം? ദുരൂഹത കുടുംബം ആരോപിക്കുന്നുണ്ട്. ചെല്ലപ്പൻ്റെ മകൻ ദീപു ആരോപിക്കുന്നത് പിതാവിൻ്റെ മരണം തൂങ്ങിമരണം ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കൈക്കും കാലിനും സ്വാധീനക്കുറവുള്ള വ്യക്തിയാണ് ചെല്ലപ്പൻ. അങ്ങനെ ഒരാൾ എങ്ങനെ തൂങ്ങി മരിക്കും എന്നുള്ള ചോദ്യമാണ് മകൻ ദീപു ഉന്നയിക്കുന്നത്. കാലങ്ങളായി CPI നേതൃത്വത്തിൽ നിന്നും പിതാവിന് ഭീഷണി നിലനിന്നിരുന്നു എന്നുള്ള കാര്യവും മകൻ ദീപു വ്യക്തമാക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇന്ത്യയുടെ വൈക്കം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി K അജിത്തും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാലങ്ങളിൽ നിരവധിയായ പ്രശ്നങ്ങളിൽ CPI നേതൃത്വവുമായി കലഹിച്ച് നിന്നിരുന്ന വ്യക്തിയാണ് ഈ ചെല്ലപ്പൻ എന്നുള്ളതാണ്. നാളുകളായി അദ്ദേഹത്തിന് നേരെ ഭീഷണി നിലനിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷി നശിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഭീഷണി നിലനിന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മനം നൊന്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് CPI നേതാക്കളിൽ നിന്നും 2 പേരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് ആ നേതാക്കളിൽ നിന്നും തനിക്ക് ഭീഷണി നിലനിൽക്കുന്നു, തൻ്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, കൃഷി നശിപ്പിക്കുന്നു, കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. ഈ കാര്യത്തിൽ കൃഷി മന്ത്രിക്കും MLAയ്ക്കും അടക്കം പാർട്ടിക്ക് പരാതി നൽകി. പക്ഷേ നടപടി ഒന്നുമില്ല, തനിക്ക് ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് വീഡിയോ. ഈ ഫേസ്ബുക്ക് വീഡിയോ മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന CPI നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ് BJPയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമെല്ലാം ആവശ്യപ്പെടുന്നത്. 2 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ഇൻക്വസ്റ്റ് നടപടികളുടെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. ഇത് ഒളിപ്പിച്ചു വെക്കുകയാണ്, പോലീസ് ഇത് പുറത്തുവിടുന്നില്ല. ഈ കാര്യത്തിലും ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യമാണ് മകൻ ദീപുവും ഒപ്പം കുടുംബവും എല്ലാം പറയുന്നത്. ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയും കോൺഗ്രസും മറ്റ് നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ഈ വൈക്കം തലയാഴത്തെ CPI ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. ജനകീയമാനായ ഒരു കർഷകനായിരുന്നു ചെല്ലപ്പൻ. അതുകൊണ്ട് തന്നെ ചെല്ലപ്പൻ്റെ ഈ ഒരു ദുരൂഹ മരണത്തിൽ നാട്ടുകാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. നാട്ടുകാരും രാവിലെ മുതൽ പ്രകോപിതരാണ്. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും കോട്ടയം വൈക്കത്തെ CPI കമ്മിറ്റി ഓഫീസിലാണ് കർഷകൻ ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ കുടുംബം ഒന്നാകെ ആരോപിക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.